presentation condenser. Multiple intelligence, music intelligence, characteristics of MI, benefits of learning Carnatic music, identifying ragam of a song, musical notes in Carnatic music, categories of ragam, a case study with demonstration, genetic inheritance of MI, ragam based film songs. ഇതെല്ലാം തിയററ്റിക്കൽ പാർട്ടായതുകൊണ്ട് നമുക്ക് വേഗം ചെയ്യാം. ദ ലാസ്റ്റ് പാർട്ട് ഈസ് സിംഗിങ് ആൻഡ് രാഗം ഐഡന്റിഫിക്കേഷൻ ബൈ ഒരു ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ് ഹവേർഡ് ഗാർണർ. ഐ തിങ്ക് യു ക്യാൻ ഓൾവേസ് നോ ഹിം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ there are 8 intelligences human beings ഉണ്ട്. അത് ലൈക്ക് ബോഡി സ്മാർട്ട്, പീപ്പിൾ സ്മാർട്ട്, ബേർഡ് സ്മാർട്ട്, ലോജിക് സ്മാർട്ട്, nature smart, self smart, picture smart, and finally music smart. So നമ്മുടെ ഇന്നത്തെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് ഓൺലി അബൌട്ട് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ഫണ്ടമെന്റൽ ആയിട്ട് എനിക്കൊന്നും അറിയില്ല. അബ്സല്യൂട്ട്ലി ഐ ഹാവ് നോ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. ബട്ട് മൈ നോളജ് ഈസ് ഓൾസോ അബ്സല്യൂട്ട്ലി ലിമിറ്റഡ്, എലിമെന്ററി. പക്ഷെ അതെന്താണെന്ന് നമുക്കൊന്ന് യെസ് വാട്ട് ഈസ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. ഇപ്പം ഇവിടെ ഞാനത് വായിക്കണില്ല, എവരിബഡി ക്യാൻ റീഡ് ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നിയത് കാര്യം ഞാൻ പറയാം. മ്യൂസിക്കൽ ഇന്റലിജൻസ് നമ്മൾ പറയുമ്പോൾ അതിന് പല ലെവൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് കൊള്ളാലോ എന്ന് പറയുന്നത് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, അയാൾ പാടുന്നതിൽ എന്തോ എവിടെയോ ഒരു തകരാറുണ്ടല്ലോ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സം ഓഫ് നോട്ട്സ്, കീ നോട്ട്സ്. അവർക്ക് അത് പാടാൻ കഴിയുന്നത്. നമ്മൾ പറയുന്ന നല്ല വാസനയുള്ള കുട്ടിയാണ്, അവന് ഭയങ്കര വാസനയാണ് കേട്ടോ. 4-5 വയസ്സായപ്പോൾ തന്നെ അവൻ നല്ല വാസനയാണ്. അപ്പോൾ ദാറ്റ് ടാലന്റ് ഇറ്റ് സെൽഫ് ഈസ് സംതിങ് ടു ഡു വിത്ത് മ്യൂസിക്കൽ ഇന്റലിജൻസ്. ബട്ട് അക്കോർഡിംഗ് ടു മീ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ദി അൾട്ടിമേറ്റ് ലെവൽ ഓഫ് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഈസ് സംതിങ് ഷോൺ ബൈ the stalwarts like Devaraja Marshall, then probably A.R. Rahman. അപ്പോൾ അത് മ്യൂസിക് പ്രൊഡക്ഷൻ. ഞാൻ പറയണതെല്ലാം മിക്കവാറും മലയാളത്തിൽ എനിക്ക് വലിയ എൻ്റെ പരിജ്ഞാനം വളരെ ലിമിറ്റഡ് ആണ് അബൌട്ട് ഹിന്ദി, തമിഴ്, ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് വെസ്റ്റേൺ മ്യൂസിക്. ഐ ഹാവ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ. ഞാൻ കീബോർഡ് പഠിക്കാനൊക്കെ ശ്രമം നിർത്തി കളഞ്ഞു. തിരിച്ച് കർണാട്ടിക് മ്യൂസിക്കിലേക്ക് വന്നു. ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലായി. ഞാൻ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാനൊക്കെ ശ്രമം നടത്തി. But I just came back because I'm at home when we do Carnatic music. അപ്പോൾ ഞാൻ പറയുന്ന എക്സാമ്പിൾസും എല്ലാം മോസ്റ്റ്ലി ബിക്കോസ് മലയാളം ആണ്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള ഭാഷകളൊക്കെ വരും. സോ ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി റെഡ് ഇറ്റ്, സോ ഐ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. സോ ദീസ് ആർ ബേസിക്കലി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. അതിൽ റിതോണ്ട്, മെമ്മറി, പെർസെപ്ഷൻ ഓഫ് സൗണ്ട്സ്, ഇൻസ്ട്രുമെന്റ് പ്ലേയിങ്. ദാറ്റ്സ് ഐ forgot to tell you. In playing an instrument, that's also. So for example, A.R. Rahman, അങ്ങനെയുള്ള ആ ലെവലിൽ വരുമ്പോൾ നോക്കുമ്പോൾ അവർ they are so good in playing instruments. And the maestro ഇളയരാജ സാറ്, അദ്ദേഹത്തിന് ഒരുമാതിരി most of the instruments he is able to play, so that's some of the highest level of and detection of off-key notes. പറഞ്ഞില്ല, അത് തെറ്റാണോ? ഇപ്പം ഇന്നത്തെ കാലത്ത് വിനുവിനറിയാം മെലോഡൈൻ സോഫ്റ്റ്വെയർ കമ്മിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് പാട്ട് നമ്മൾ തെറ്റായിട്ട് പാടിയാലും ഓഫ് കീയിൽ പാടിയാലും മെലോഡൈൻ വെച്ചിട്ട് അത് ശരിയാക്കാം ടു എ വെരി ലാർജ് എക്സ്റ്റെന്റ്. So I was just discussing that day with you, the transformation from analog to digital. It's fabulous. Earlier the recording was all analog, very well now. And the recording with Dasetan പാടുമ്പോൾ ഒരു say 75 piece orchestra. ദാസേട്ടൻ്റെ റെക്കോർഡിങ്സ് 65-70s ഞാൻ പാടുന്നത്. അപ്പോൾ അവിടെ ഒരു തബലക്കാരനൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ഹി ഹാസ് ടു റിപ്പീറ്റ് ദ ഹോൾ തിങ് ബിക്കോസ് ദിസ് ഓൺലി എ സിംഗിൾ ട്രാക്ക്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ വന്നപ്പോഴേക്കും ഒരു പാട്ടിനുണ്ട് 400-500, എനിക്കും കുറച്ചൊക്കെ അറിയാം. ഒരു ലോജിക് പ്രോയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 400-500 ട്രാക്ക് ഉണ്ടാവും ഒരൊറ്റ പാട്ടിന് തന്നെ. സോ യു ക്യാൻ മാനിപ്പുലേറ്റ് തിങ്സ് ആൻഡ് മോഡിഫൈ തിങ്സ്, ഇംപ്രവൈസ് മച്ച് ഈസിയർ ദാൻ ദി അനലോഗ് ഇയറ എന്ന് ഡിജിറ്റലിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. സോ ആൻഡ് ദെൻ ഓഫ് കോഴ്സ് പാഷൻ ഇല്ലാതെ ഒരു വസ്തു നമുക്ക് ചെയ്യാൻ പറ്റില്ല. നൗ ദീസ് ആർ ഓൾ ഞാൻ എൻ്റെ വളരെ ഹംബിൾ വേയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ വേറെ എവിടെ നിന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക്, ഫിസിയോളജി, ഇംപ്രൂവ് സ്ലീപ്പ് പാറ്റേൺസ്, ടച്ച് വിട്ട് ഇപ്പോൾ ഒരു 6-7 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ രംഗനാഥ് ശർമ്മ സാറിൻ്റെ അടുത്ത് നിന്ന് സംഗീതം പഠിക്കുന്നുണ്ട്.
ചെവി പിടിക്കണം. രംഗദാസ സാറിൻ്റെ ഒരു എളിയ ശിഷ്യനാണ്. അദ്ദേഹത്തിനടുത്ത് സംഗീതം പഠിച്ച് തുടങ്ങിയതിന് ശേഷം ഒരു 6-7 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ പണ്ട്. ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു തുടങ്ങിയാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ആൻഡ് വി നീഡ് സ്ലീപ്പ് ഓഫ് 7 hours. ഓൾ മെഡിക്കൽ പീപ്പിൾ നോ വെരി വെൽ നോ. നമുക്ക് നമ്മുടെ ഈ പ്രായത്തിൽ 60+ 7 hours സ്ലീപ്പ് ഈസ് എസെൻഷ്യൽ. ആൻഡ് ഡെവലപ്പ് ഇമ്മ്യൂൺ സിസ്റ്റം. അഗൈൻ ടച്ച് വുഡ്. ഞാൻ മെഡിസിൻസ് ഒന്നും കഴിക്കാറില്ല, എല്ലാ ഭാഗ്യം. പിന്നെ റെഡ്യൂസ് സ്ട്രെസ് ലെവൽസ്. I think mostly I'm very cool. Sometimes I become angry. It's okay. But I think there are a lot of benefits of learning Carnatic music. Then intellectual. This area I am very poor. My IQ is very poor. But generally it seems people like Dr. M. Balamurali Krishna. I think somebody has to check his IQ. But I mean, fascinating. I don't know about his IQ, but that level I'm telling you. Dr. M. Balamurali Krishna. He was a genius, absolute genius. അപ്പോൾ അവരുടെ കാലം ക്വിക്ക് ആൻഡ് ബെറ്റർ മെമ്മറൈസേഷൻ, നമുക്ക് ഓർമ്മകൾ, അതിപ്പോൾ വലിയ തകരാറൊന്നുമില്ല. എനിക്കിപ്പോഴും വഴിക്കളസോട്ട് നടക്കുന്ന 6 വയസ്സ് 7 വയസ്സിലെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി നല്ല ഓർമ്മയുണ്ട്. ചിലപ്പോൾ അതൊക്കെ എന്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇതെനിക്ക് ഒരൊറ്റ ആളെ പറയാനുള്ളൂ. ഈ ഹോളിലേക്ക് നമ്മുടെ ദാസേട്ടൻ വന്ന് കയറുകയാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു ഫീലിംഗ്? ദാസേട്ടൻ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെള്ള താടിയായിട്ട് ഇവിടെ വന്ന് കയറുക. ദാറ്റ്സ് കോൾഡ് പേഴ്സണാലിറ്റി. അദ്ദേഹം ഒന്നും പറയണ്ട, ഒരു ഹോൾ തിങ് ഹി നീഡ് നോട്ട് സ്പീക്ക് അറ്റ് ഓൾ. ഇറ്റ് ഹാപ്പൻസ് ടു മമ്മൂട്ടി, മോഹൻലാൽ ഓൾസോ. ഐ എം നോട്ട്, ബിക്കോസ് ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പേഴ്സണാലിറ്റി വാട്ട് ഈസ് എമിനേറ്റിംഗ് ഫ്രോം ഹിം. ദാസേട്ടനെ കണ്ടാൽ തന്നെ നമുക്ക് പോരെ. ദെൻ വി ആർ ഫിനിഷ്ഡ്. വി ആർ ബോൾഡ്. So that's something to do with the personality development. This is an interesting part. Identifying നമ്മുടെ ഇന്നത്തെ ഈ ടോക്കിൽ മെയിൻലി ഐഡന്റിഫിക്കേഷൻ ഓഫ് രാഗം. ഞാൻ വെച്ച് കഴിഞ്ഞാൽ സംഗീതം എന്ന് പറയുന്നതൊരു മഹാസമുദ്രമാണ്, അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ തോട്ട് ബിക്കോസ് ഐ ഹാവ് ഓൺലി ലിമിറ്റഡ് ടൈം ഹിയർ, നമുക്ക് രാഗ ഐഡന്റിഫിക്കേഷൻ എന്നുള്ളൊരു സാധനത്തിനെ കൂടുതൽ അപഗ്രഥിക്കാൻ ശ്രമിക്കാം. സോ ഇൻറ്റ്യൂഷൻ, അവബോധം, എൻ്റെ മലയാളം ശരി, അവബോധം അല്ലേ, അവബോധം, അതായത് ഇൻറ്റ്യൂഷൻ, ഇൻറ്റ്യൂറ്റീവ്. സെക്കൻഡ് വൺ ഈസ് ലോജിക്. ഇൻറ്റ്യൂഷനിൽ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു, ഞാൻ പാടാൻ ശ്രമിക്കാം. ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മബീജാക്ഷരമന്ത്രം ഓം ഓം. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുബിംബദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകളണിഞ്ഞു. ഇത് രണ്ട് പാടും എല്ലാവർക്കും അറിയാം. ഇതൊരു കണക്ഷൻ ഉണ്ട്. മാഷ് ചെയ്ത രണ്ടും മാഷ് ചെയ്ത പാടുകളാണ്. അപ്പൊ ദ ഫസ്റ്റ് വൺ ഈസ് സിമിലർ സോങ്സ്. ആളുകൾക്ക് അറിയാം ഇത് ഒരേ രാഗത്തിലാണ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെന്താണ്, അത് മലയമാലിതൽ അങ്ങനെ പോകും. പിന്നെ രാഗം പേഴ്സണാലിറ്റി. ചിലർ രാഗത്തിനെ ഒരു പേഴ്സണായിട്ട് കാണുന്നത്, സ്വപ്നത്തിൽ കാണുന്നത് ആളുണ്ട്. പിന്നെ ലെറ്റ്സ് കം ടു ലോജിക്, നോട്ട്സ്. അത് ഞാൻ കൂടുതൽ സംസാരിക്കാം ഇന്ന്. ഗമഗാസ്, ഗമഗാസ് അറിയാം. ഒരു മൂവ്മെന്റ് ആണ്, ഒരു വേവ് മൂവ്മെന്റ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതാണ് പ്രോബബ്ലി ഗമകം. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്, ബട്ട് ദിസ് ഈസ് നോട്ട് ദർ ഇൻ ഹിന്ദുസ്ഥാനി. ഹിന്ദുസ്ഥാനി എല്ലാം പിന്നെ പ്ലെയിൻ നോട്ട്സ് ആണ്, സുഖമായിട്ട് ഇങ്ങനെ പോകും. എനിക്ക് ഹിന്ദുസ്ഥാനി അറിയില്ല, അത് ഞാൻ പാടാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഗമകാസമാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി മ്യൂസിക്കൽ നോട്ട്സ്. നൗ ലെറ്റ്സ് ഫോക്കസ് ഓൺ മ്യൂസിക്കൽ. എല്ലാവർക്കും അറിയാം 7 സ്വരങ്ങൾ. 7 സ്വരങ്ങൾ അറിയാത്തവരില്ലല്ലോ. സാരി ഗമ പദനി, പിന്നെ ഈ സാ റിപ്പീറ്റ് ചെയ്യണത്, അതാണ് 7 സ്വരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ 12 നോട്ട്സ് ആണോ ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് ഷഡ്ജം, ശുദ്ധ ഋഷഭം,
ചൈസുരിഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, മധ്യമം, മറ്റേ ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, സരസ്വതി ദൈവതം, കൈശിക നിഷാദം, കാകടി നിഷാദം. അപ്പൊ ഇതെല്ലാം കൂടി 12 നോട്ട്സാണ് ആക്ച്വലി ഉള്ളത്. അപ്പൊ നമ്മള് ഈ 12, 13, 15 വരെ ആളുകൾ പറയുന്നുണ്ട്. പിന്നെ അറിയായിരിക്കും, എനിക്കറിയില്ല. മേ ബി ഒരു 3rd നിഷാദം ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ ഡൈവേർഷൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ സാധാരണ കമ്പോസിങ്ങിൽ ഉപയോഗിക്കുന്ന നോട്ട്സ് 12 മേളകർത്ത രാഗങ്ങൾ 72ആണ്. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ സമ്പൂർണം എന്ന് പറയുമ്പോൾ എത്രയാ? 7 സ്വരങ്ങൾ വരണ്ടേ സമ്പൂർണം. ഈ സമ്പൂർണത്തിൽ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സമ്പൂർണം മേളകർത്ത, സമ്പൂർണം ഭാഷാംഗരാഗം. ഇനി അടുത്തത് ഓടവ ഷടവ. ഇതും എല്ലാവർക്കും അറിയാം. ഓടവ എന്ന് പറഞ്ഞാൽ 5 നോട്ട്സ്. നമ്മുടെ ഭൈരവി ഉണ്ടല്ലോ, ഈ ഭൈരവി സമ്പൂർണമാണെങ്കിൽ കൂടി അത് നടഭൈരവിയുടെ ജന്യാണ്. അതാണ് തമാശ. ഈ ജന്യരാഗം ആണെങ്കിൽ കൂടി അതിനെ സമ്പൂർണമായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. എന്തുകൊണ്ട്? ഇത് ഭാഷാംഗരാഗമായതുകൊണ്ട്. വെരി കോംപ്ലിക്കേറ്റഡ്, ആബ്സൊല്യൂട്ട്ലി വെരി കോംപ്ലിക്കേറ്റഡ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഭൈരവി നമ്മൾ പാടുണ്ടല്ലോ, ഞാനും പാടില്ലേ, അത് ആക്ച്വലി സപ്പോസ് ടു ബി ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇന്ന് ഹോൾ ഡേ പ്ലീസ് ഡോണ്ട് ഡു ഗൂഗിൾ സെർച്ച്. അതില് നടഭൈരവിയുടെ ജന്യാണ് ഭൈരവി. ഓക്കെ. നൗ സെക്കൻഡ് കാറ്റഗറി ഈസ് അബൌട്ട് ഓടവ ഷടവ. ഓടവയുടെ 5 മറ്റേ സരി ഗ പര സ സദ പ ഗ രെ സ ആ ആ ന ആ രെ ന ന. മോഹനം. അപ്പൊ മോഹനത്തിന്റെ ഓടവ, അത് പിന്നെ നമ്മുടെ ഹംസധ്വനി എല്ലാം 5 നോട്ട്സ് വരണമാണ് ഓടവരാഗം. ഷടവരാഗം എന്ന് പറയുന്നത് 6 നോട്ട്സ്. അത് കാനഡയുടെ എന്താ പറയാ ഷടവരാഗം. പിന്നെ ഞാനൊരു സാധനം ഇന്ന് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എഴുതിയേക്കണം. ഇത് എന്റെ അല്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് എഴുതിയേക്കാണ്. രാഗം സച്ച് ആസ് മഹത്തി, ലാവങ്കി, സിദ്ധി, സുമുഖം that Dr. MBK created have only 4 notes. അത് പലർക്കും ഇവിടെ അറിയാൻ പറ്റും. 4 നോട്ട്സേ ഉള്ളൂ. സാധാരണ 5 നോട്ടാണ് മിനിമം. അത് 4. അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെ 3 നോട്ട്സ് ഉണ്ട്. പറഞ്ഞു while his creations such as സർവശ്രീ, ഓംകാരി and ഗണപതി have only 3 notes. അപ്പൊ എന്റെ അമ്മോ, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ആലാപ്പ് കേട്ടിട്ടുണ്ട്. 3 നോട്ട്സും 4 നോട്ട്സും ഈ അപ്പോഴത്തേക്ക് ടച്ച് ചെയ്യണേന്നറിയും. എന്റെ അമ്മേ, നമ്മളിങ്ങനെ നോക്കി അത് പാടണം, വളരെ സൂക്ഷിച്ച് പാടണം. 4 നോട്ടിലും 3 നോട്ടിലും ഒരു ആലാപം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. എൻ്റെ സ്നേഹിതൻ ബാലുവിൻ്റെ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇത് പറയാം. ഇത് വക്രരാഗാണ്. മനസ്സിലായല്ലോ? ബേഗഡ. ഈ ബേഗഡ എന്നുള്ള രാഗം ധീരശങ്കരാഭരണത്തിന്റെ ജന്യാണ്. സഗരി ഗമ പദ പസ സനീതപമാഗരി സ. അതില് മറ്റേ ചൈസുഷഭം, അന്തരകാന്തരം, ശുദ്ധമധ്യമം, പഞ്ചമം, മറ്റേ ചൈസുരി ദേവിതം, കാകളി നിഷാദം, ഷഡ്ജം. അപ്പൊ ഇത് ഞാനത് കാണിച്ചതാണ്. ഇതാണ് ഇതിന്റെ സ്കീം. എന്റെ സ്നേഹിതൻ അതായത് എന്റെ സ്നേഹിതൻ ബാലഗോപാലൻ എഴുതിയ സാധനമാണിത്. ഞാൻ കമ്പോസ് ചെയ്തിട്ട് പാടിക്കണം. ബിജുവാണ്. ബിജുവിനെ കൊണ്ട് പാടിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഭവമായിരുന്നു. മറ്റേ ഇടപ്പള്ളിയിൽ അവിടെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ചെയ്തത്. അപ്പൊ ശ്രുതി പോകട്ടെ. ശ്രുതി സാനിദ പഗരി സ ഗമദ പപ്പ 1000
കുടത്തിനാൽ ജലധാരയെന്നും ഗമദ പപ്പ ഏറ്റുവാങ്ങും പരമ്പൊരുളെ ആദ്യത്തെ സംഗതി ആകാശഗംഗയെ ജടയിലൊതുക്കും. അതിന്റെ രണ്ടാമത്തെ സംഗതി ആകാശഗംഗയെ അത് എന്നുള്ള ഒരു അനുസരണങ്ങളാണ് പറയണേ, മനസ്സിലായോ? ഗമദ പഗമരേ എറണാകുളത്തപ്പ കൈ കൈ തൊഴുന്നേ ദപസ ആയിരം കുടത്തിനാൽ ജലധാരയെന്നും ഏറ്റുവാങ്ങും പരമ്പൊരുളെ ആകാശഗംഗയെ ജടയിലൊതുക്കും എറണാകുളത്തപ്പ കൈ തൊഴുന്നേൻ ആയിരം കുടത്തിനാൽ ജലധാരയെന്നും ഏറ്റുവാങ്ങും പരമ്പൊരുളെ ആകാശഗംഗയെ ജടയിലൊതുക്കും എറണാകുളത്തപ്പ കൈ തൊഴുന്നേൻ. ഇതാണ് ഞാൻ കമ്പോസ് അതൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. നൗ ദ ജെനറ്റിക് പാർട്ട് ഓഫ് ഇറ്റ്. എനിക്ക് കുറച്ച് ഒരു ഞാൻ മോളിക്കുലർ ജെനറ്റിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 95-96 ഞാൻ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ മോളിക്കുലർ ജെനറ്റിക്സ് ഓഫ് ഫിഷ്. ഹ്യൂമൻ ബീങ്സ് അല്ല. അപ്പൊ കുറച്ചൊരു അറിവുണ്ട്. ബേസിക്കലി മ്യൂസിക് പെർസെപ്ഷൻ, മ്യൂസിക് മെമ്മറി ആൻഡ് മ്യൂസിക് ലിസണിങ്. ഇത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി എംപെറിക്കലി ആൻഡ് എക്സ്പെരിമെന്റലി ഫൗണ്ട് ഔട്ട്. ആബ്സല്യൂട്ട്ലി ഹ്യൂമൻ ക്രോമസോമിന്റെ 12th ക്രോമസോമിന്റെ AVPR1A ആണ് ആ പെർട്ടിക്കുലർ ജീൻ ഈസ് ആക്ച്വലി എക്സ്പ്രസിംഗ് സംതിങ് ടു ഡു വിത്ത് മ്യൂസിക് പെർസെപ്ഷൻ, മ്യൂസിക് മെമ്മറി ആൻഡ് മ്യൂസിക് ലിസണിങ്. ആൻഡ് മ്യൂസിക് മെമ്മറി ആൻഡ് choir participation, അത് വെസ്റ്റേൺ മ്യൂസിക്കിനുള്ള choir participation is on the chromosome 17 SLC6A4. പ്രൊഫഷണൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഐ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ടച്ച് വിത്ത് മ്യൂസിക് റൈറ്റ് ഫ്രം 1986 to 2000, like 2018-19. ആ ഹോൾ 40-45 ഇയേഴ്സിൽ സംഗീതമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇത് എന്താ പറയില്ല, ഇങ്ങനെ അടക്കി വെച്ചിട്ട് വരികയെന്ന് പറയില്ലേ, അതിനൊരു ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് സോ ആക്റ്റീവ് ഇൻ മ്യൂസിക്. ആ സമയത്ത് ഞാനൊരു 500 പാട്ട്, മദനല്ലേ മോഹനൊക്കെ അറിയാം. മോഹനൊക്കെ ഇസ് എ ഫേമസ് വെരി ഗുഡ് സിംഗർ. അപ്പൊ ഈ മറ്റേ കരോക്കെ, നമ്മുടെ കരോക്കെ സിംഗ്, ഞാനൊരു 500-550 കരോക്കെ സോങ് പഠിച്ചു. അതായത് എല്ലാം ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞ 70s 80s പാട്ടുകൾ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. സത്യം പറഞ്ഞാൽ 2000 പറയാൻ പാടില്ല, ദാസേട്ടൻ ഫ്രം ലേറ്റ് 60s ടു മിഡിൽ 2000 എന്നാണ് ഞാൻ എപ്പോഴും പറയാ. ദാസേട്ടനെ ഉള്ള ഒരു ഗോഡ്ലി നമ്മുടെ ഒരു ഫിഗർ ഉണ്ടല്ലോ, അത് നമുക്ക് അത് പറഞ്ഞിട്ട് ബിക്കോസ് ഇത് കാലത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ വയസ്സാവും തോറും ബുദ്ധിമുട്ട് വരും. പക്ഷെ നമുക്ക് ആ 70s അദ്ദേഹം കത്തി നിൽക്കുന്ന ആ സമയമുണ്ടല്ലോ, അദ്ദേഹത്തിനെ പറയുന്നത് മഹാമേരു, എന്താണ് പല പല പേരുകളാണ് പറയുന്നത്. മഹാമേരു എന്ന വടവൃക്ഷം, ആ വടവൃക്ഷം ആ മഹാമേരു നിൽക്കുമ്പോൾ മറ്റുള്ള പാട്ടുകാർക്ക് ഒരു രക്ഷയില്ല. ആ 70s 80s ആ സമയത്തിലുള്ള ദാസേട്ടന്റെ പാട്ടുകൾ, ദാറ്റ്സ് ഇനഫ് ഫോർ us to live another full life. വേറെ ആർക്കും വേണ്ട, അത് മതി. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്കത് മാത്രം മതി ജീവിക്കാൻ. സോ ആക്ച്വലി ദിസ് ഡാറ്റ ഈസ് ബേസ്ഡ് ഓൺ late 40s to middle 2000. ഞാൻ കംപ്ലീറ്റ്ലി ഒരു അനാലിസിസ് ചെയ്ത് നോക്കി. late 40s to 2000 വരെയുള്ള കംപ്ലീറ്റ് സോങ്സ് മലയാളമാണ്. മോസ്റ്റ്ലി ഇറ്റ്സ് അബൌട്ട് 80% മലയാളമാണ്. ഒരു 20% എടുക്കുകയാണെങ്കിൽ അതിൽ ഹിന്ദി, തമിഴ്. എന്നെ സംബന്ധിച്ചോളം 3 ഭാഷകളെ ഞാൻ ആകെ കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് മലയാളം, ഹിന്ദി ആൻഡ് തമിഴ്. തെലുഗു ഏതോ 1-2 സോങ് അറിയാം ഈ 500. But this is actually biased data. Let me tell you, it's a biased data because ഇതിലൊരു 99% is only male sing.
മെയിൽ സോങ്സ്, ഫീമെയിൽ ഇല്ല. ആക്ച്വലി ഫീമെയിൽ സോങ്സ് ഇതിലില്ല, ബിക്കോസ് എനിക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള സോങ്സ് ആയിരുന്നു 500 സോങ്സ്. ഇതിലെടുത്തതിൽ യു ക്യാൻ സീ ദ മോഹനം, മോഹനം ടോപ്സ്. Actually, Mohanam is a top, and then Abheri followed by Kalyani and Kapi. ഈ 4 രാഗങ്ങളാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഈ 500 സോങ്സ് നോക്കിയതിൽ ഒരു അനാലിസിസ് നടത്തിയപ്പോൾ ലെറ്റ് ബി എ വെരി റാൻഡം സാമ്പിൾ, ബട്ട് മോഹനം ടോപ്സ്. ആൻഡ് യു നോ വെരി വെൽ അറൌണ്ട് 80 വിനുവിന്റെ പറയാൻ പറ്റും 80-90 സോങ്സ് ജയറാം മാഷ് കമ്പോസ് ചെയ്തിരുന്ന മോഹനത്തിലാണ്. ആ മോഹനത്തിന്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മോഹനത്തിൽ എനിക്ക് തോന്നുന്ന നവരസങ്ങൾ ഉണ്ടാക്കാം. ഓൾ 9 ഡിഫറെന്റ് ഫീലിങ്സ് ഉണ്ടല്ലോ, എല്ലാ 9 ഫീലിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രാഗം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് എക്സെപ്ഷണലി മോഹനം. അത് ചെറിയൊരു സാധനം, ഒരു ഓടവ രാഗം, ഒരു പാവം ഒരു 5 നോട്ടേ ഉള്ളൂ. പക്ഷെ ആ സാധനം വെച്ചിട്ട് ഉള്ള കളി, മാഷ് കളിച്ചേക്കുന്ന കളി കാണുമ്പോഴും നമുക്ക് അത്ഭുതം ഇസ് ആബ്സല്യൂട്ട്ലി നോ speechless. This is basically a sort of identification of raga. പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്തു പോലുള്ള മനസ്സ്, കുഞ്ഞായി വിരിഞ്ഞ് പൊന്നിതൾ നിരന്ന് കൊളുന്നുലഞ്ഞൊരു മനസ്സ്. ടൺ ടൺ ടൺ. പൂവാം കുഴലി ഏതാണ് ഇതിന്റെ രാഗം? ആർക്കും വേണമെങ്കിൽ പറയാം, വിനു പറയാൻ പാടില്ല. അല്ല, അത് തെറ്റിപ്പോയി. ഇറ്റ്സ് എ റോങ് ആൻസർ. ഐ വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് ആൻഡ് വെരി ഇറ്റ്സ് എ റോങ്. anyone else please take a mic and ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? മൈക്കിൽ വന്ന് പറയൂട്ടോ. മൈക്കിൽ വന്നത് പറയൂ. അതർവൈസ് യു കാൻ ടേക്ക് ദ മൈക്ക് ആൻഡ് ഡു ഇറ്റ്. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു അതിന്റെ ഒരു സിമിലർ രാഗം കൂടെ ഉണ്ട്. പറഞ്ഞോളൂ. നാട്യായിട്ട് ഒരു ബന്ധമില്ല. ആനന്ദാംബരി. ആനന്ദാംബരി ഈസ് ആക്ച്വലി എ മിക്സ്ചർ ഓഫ് ആനന്ദഭൈരവി ആൻഡ് ദേവഗായക ഇതിലെ എന്നൊരു ബുക്ക് ഉണ്ട്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഈ പരിജ്ഞാനം കിട്ടിയത്. ഇത് മാഷ് ക്രിയേറ്റ് ചെയ്ത creation of a raga, Anandambari. Okay. Neerambari, രണ്ടുകൂടി മിക്സ് ചെയ്തു. I think ആരോഹണം ആനന്ദഭൈരവി and അവരോഹണം is Neerambari. പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്തു പോലുള്ള മനസ്സ്, കുഞ്ഞായി വിരിഞ്ഞ് പൊന്നിതൾ നിരന്ന് കൊളുന്നുലഞ്ഞൊരു മനസ്സ്. ഓക്കെ. സോ ഇനിയിപ്പോ ലേഡീസിൽ ഉള്ള കുറെ സോങ്സ് ഉണ്ട്. അവർ അത് പാട്ട് പാടണം. 2 പാട്ടുകൾ ഞാൻ പറയുന്നു. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും. പ്ലീസ് സിംഗ് ആൻഡ് ദെൻ വൈൽ സിംഗിങ് ദിസ് സോങ് ഓൺലി സിംഗ് 4 lines because of the time constraint. Somebody can sing ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. പാടാം, എന്തായാലും കുഴപ്പമില്ല. 4 വരി പെട്ടെന്ന് സമയം. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ മിന്നിലെ നക്ഷത്ര മഷിക്കൂട്. ചിത്ര പാടിക്കോളൂ. വേറെ പാട്ടുകാരുണ്ടോ? ലേഡീസ് പാട്ടുകാരുണ്ടെങ്കിൽ ഇത് ബിക്കോസ് ദിസ് വിൽ ബി ആബ്സല്യൂട്ട്ലി ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ. എന്റെ പരിപാടികളെ കഴിഞ്ഞു. പാടിക്കോളൂ. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും. ഓക്കെ. ഇന്ദു പുഷ്പം അടിപൊളി. രാത്രി ഗുഡ്. ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. മതി. ഓക്കെ. നോ ഗൂഗിൾ സെർച്ച്. രണ്ട് പാട്ടും ഒരേ രാഗമാണ്. ഫുൾ മാർക്സ്. ഓക്കെ, അടുത്ത് കഴിഞ്ഞു. ഇനി അനുരാഗ ഗാനം പോലെ ശ്യാമമേഘമേ, ജയേട്ടന്റെ അനുരാഗ ഗാനമേ.
പിന്നെ പാടിക്കും. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ എന്റെ ദേവി കേഴും ദൂര പന്തിരത്തിൽ പോയി വരൂ ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. നോ ഗൂഗിൾ സെർച്ച്. പോലെ ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. ഇത് രണ്ടുകൂടി എടുത്തു കഴിഞ്ഞിട്ട് ഏതാകാം പറയാമോ? പറഞ്ഞു രാഗം അല്ല, ശ്യാം കല്യാൺ. അടുത്ത ഓർഡർ റെഡി ആയിക്കോട്ടെ. സൂര്യകിരീടം വീണുടഞ്ഞു, രാജശില്പി നീയനിക്ക്. ഈ രണ്ടും ഒരേ രാഗം. ഞാൻ ഈ പറയുന്ന രണ്ട് പാട്ടുകളും ഒരേ രാഗം അടഞ്ഞു. അത് മെലങ്കോളി ടു ദ ബെസ്റ്റ് ആൻഡ് രാജശില്പി റൊമാൻസ് ടു ദ ബെസ്റ്റ്. തുടങ്ങിയോ. സൂര്യകിരീടം ആക്കാം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാകും പ്രാണനിലേതോ നിഴലുകളാളും വീണ്ടും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലി പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി. സൂപ്പർ വെരി ഗുഡ്. അടിപൊളി. സോ ചെഞ്ചുരുട്ടി രാഗത്തിന്റെ കണ്ട, ഒന്ന് മെലങ്കോളി, ഒന്ന് റൊമാൻസ്. അടുത്തത് സത്യം ശിവം സുന്ദരം. അത് പാടിയിട്ട് ദാസേട്ടന്റെ ആയിരം പാദ സരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. സത്യം ശിവം സുന്ദരം ആയിരം പാദസരങ്ങൾ. അത് എളുപ്പമാണ്. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് പാടണം വസീകര എൻ മനതിനിലെ. പിന്നെ വേറെ നമ്മൾ വിചാരിക്കാത്തൊരു പാട്ട്, ഒരിടത്തു ജനനം ഒരിടത്തു മരണം. வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் பொன் ஏக்கங்கள் தீரும் வசீகர். ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം. അടിപൊളി. അദ്ദേഹം ചോദിച്ച നടവരവ് തന്നെ നമ്മള് ബൈബിളിലൊക്കെ. ഓക്കെ, വിൽ ഗോ ടു നെക്സ്റ്റ്. നമ്മുടെ സംഗീതത്തിന്റെ, ഫിലിം സംഗീതത്തിന്റെ രാജാവ്, അതിനപ്പുറമില്ല റാഫി സാബ്. എല്ലാവർക്കും ജയേട്ടനും ദാസേട്ടനും ഒക്കെ അവരുടെ ദൈവം എന്ന് പറയാമെന്നുള്ള ഒരാളാണ് റാഫി സാബ്. റാഫി സാബ് പാടിയൊരു
चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിൽ തട്ടി വിളിച്ചു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി ഓക്കെ, അടുത്തേക്ക് പോകാം. തമിഴ് പാടാൻ ആരെങ്കിലും പൂവേ സെമ്പൂവേ ദാസേട്ടൻ്റെ ഒരു അടിപൊളി സാധനമാണ്. പൂവേ ചെമ്പൂവേ ഉൻവാസം വരും, അതൊന്ന്. പിന്നെ നിന്റെ മിഴിയിൽ നീലോൽപലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്ത. അപ്പൊ ഈ രണ്ട് പാട്ടും ആരെങ്കിലും പാടിക്കോളൂ. പൂവേ സെമ്പൂവേ നിന്റെ പൂവേ ചെമ്പൂവേ എൻ വാസം വരും, പൂവേ ചെമ്പൂവേ എൻ വാസം വരും, അങ്ങേക്കിരേൻ പുല്ലാങ്കുഴൽ നൂൽമണം. പൂവേ ചെമ്പൂവേ ഉൻ വാസം വരും. നിന്റെ മിഴിയിൽ നീലോൽപലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം, നിന്റെ മിഴിയിൽ നീലോൽപലം. നോ ഗൂഗിൾ സെർച്ച്, നോ ഗൂഗിൾ സെർച്ച്. ഞാൻ വേണ്ടിയില്ല. ഇത് ഞാനൊരു ക്ലൂ തരാം. ഇത് നമ്മുടെ ഇളയരാജ സാറിന് വളരെ ഇഷ്ടപ്പെട്ട രാഗമാണ്. ആ അദ്ദേഹത്തിന് അടിപൊളി കുറെ പാട്ടുകൾ ഈ രാഗത്തിലാണ് ചെയ്തത്. പൂവേ ചെമ്പൂവേ ഉൻവാസം വരും, വായ് പേസിടും പുല്ലാങ്കുഴൽ, നീതാനൊരു പൂവിൻ മഴൽ. പൂവേ ചെമ്പൂവേ ഉൻവാസം വരും, പൂവേ ചെമ്പൂവേ. പിന്നെ രാജരാജ സോഴൻ എനിക്ക് തോന്നുന്നത് ആദ്യം ഇത് തന്നെയാണ്. അദ്ദേഹം കുറെ കമ്പോസ് ചെയ്ത സോങ്സ് പിടികിട്ടിയ കിരവാണി, മണിക്കുയിലെ മണിക്കുയിലെ, പിന്നെ ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു പാട്ടുണ്ട്, പണ്ടത്തൊരു പാട്ട് തെക്കും കൂറടിയാത്തി. അത് നമുക്ക് നമ്മുടെ പഴയ ആളുകൾക്കൊക്കെ അറിയുള്ളൂ ആ പാട്ട്. ഈ രണ്ട് പാട്ട് ഏത് രാഗത്തിലാണ്? ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് പാടാം. ആർക്കെങ്കിലും പാടാൻ പറ്റും? I think I need somebody from that side, back side. മണിക്കുയിലെ അത് ലേഡീസ് വെർഷൻ ഉണ്ടല്ലോ അല്ലെ? മണിക്കുയിലെ പാടുന്ന പാട്ടാണെന്നാ പറയാം. പിന്നെ ഒരാളി നല്ലൊരു കീർത്തനമൊക്കെ ഉണ്ടായില്ലേ? ഓക്കെ, സോ ഐ തിങ്ക് ഐ വിൽ ഫിനിഷ് വിത്ത് another 5 ആണ്. ഓക്കെ. बहारों फूल बरसाओ, मेरा महबूब आया है, मेरा महबूब आया है. തേനും വയമ്പും നാവിൽ തൂവും
വാനമ്പാടി. പിടിയില്ല, ഈസി ആയിട്ടുള്ള ഞാൻ തന്നെ പാടിയെടുത്ത് തീർക്കാം. പാടി കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം നനനീളം കവിത പാടും തീരം, ആയിരം മജന്ത ചിത്രങ്ങളിൽ. ആർക്കെങ്കിലും ഞാൻ എന്തുകൊണ്ടാ പാടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ടാണേ, അവിടുന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പാടില്ല കേട്ടോ, പ്ലീസ്. ഓക്കെ, അടുത്ത പെട്ടെന്ന് പോ. ഇനി ഫീമെയിൽ സോങ്സ് ആണ്. ദ്വാരകെ ദ്വാരകെ കാതൽ റോസാവേ, കാതൽ റോജാവേ. അത് എല്ലാം ഈസി ആയിട്ട് പറയാം. ദ്വാരകെ പാടും. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ, കോടി ജന്മങ്ങളാൽ നിൻ കഥ ചൊല്ലും തേടി വരുന്നു മീരാ, നൃത്തമാടി വരുന്നു മീരാ. ദ്വാരകേ ദ്വാരകേ കാതൽ റോജാവേ, കാതൽ റോജാവേ, എന്തേ നീ എന്തേ കണ്ണീർ വഴിയുതടേ കണ്ണേ. ഫ്ലൂട്ട് വായിക്കണം. Amazing. Thank you. Yes. ഇപ്പൊ വേണ്ട സാധനം അല്ലേ? ഓക്കെ. जिंदगी के सफर में गुजर जाते जो मकाम, ओ दिल नहीं आने, ओ नहीं आने. ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവതെങ്ങിനെ. എനിക്കറിയില്ല കംപ്ലീറ്റ്. ആത്രസന്ധ്യതൻ അനഘമുദ്രകൾ ആരോമലേ നാം മറക്കുവതെങ്ങിനെ. जिंदगी के सफर में गुजर जाते हैं जो मकाम, ओ दिल नैनाने, ओ नैनाने. രാഗം സൂപ്പർ. അപ്പൊ ഇങ്ങനത്തെ ഒരു അവാർഡ് സൂപ്പർ കിങ്. ഏറ്റവും പ്രോളിഫിക് ആയിട്ട് കമ്പോസ് ചെയ്ത സോങ്സ് ആണ്. അതിൽ ഏതൊക്കെ പാടാന്ന് ഒരു പിടുത്തമില്ല. ഞാനൊരു മാഷിന്റെ പാട്ട്. ദേവലോകരഥവുമായി തെന്നലേ തെന്നലേ തെന്നലേ, തേടി വന്നതാരെ നീ തെന്നലേ തെന്നലേ തെന്നലേ. ദേവലോകരഥവുമായി തെന്നലേ തെന്നലേ തെന്നലേ, തേടി വന്നതാരെ നീ തെന്നലേ തെന്നലേ തെന്നലേ. നിൻ മണിയറയിലെ നിർമ്മല
ശയ്യയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമോറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമോറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഇത് മാഷിന്റെ ഒരു പാട്ടാണ്, നാടകത്തില് KS ജോർജ് പാടിയ പാട്ടാണ്. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നെഞ്ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേകം, നിൻമിഴിയിലലിയുന്നൻ ജീവമേകം. സൂപ്പർ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. താങ്ക് യു താങ്ക് യു താങ്ക് യു ഫ്രം ദ ഹാർട്ട്. താങ്ക് യു ഫോർ ഗുരു പ്രണാമം. താങ്ക് യു. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ വളരെ നന്നായ പ്രസൻറ്റേഷൻ ആയിരുന്നു ഡോക്ടർ ജയശങ്കർ പള്ളിപ്പുറം. ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തെ അറിയാവുന്നതുകൊണ്ടാണ് ജയൻ എന്ന് വിളിച്ചത് കേട്ടോ. ജയനും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻജോയ്ഡ് അല്ലേ ജയൻ?